അപ്പോൾ ഗായ്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് വന്നിരിക്കുന്ന റോബോട്ടിക്സ് ആൻഡ് AI സെക്ഷനിലാണ്. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന സെഗ്വേ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ 2 വീലർ മോട്ടോർ സൈക്കിളും മോട്ടോർ ബൈക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് പ്രൈസ് എല്ലാം വേരി ചെയ്യും. ഇതിപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്ലസ് ഷിപ്പിങ്, ടാക്സ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതൊരു വേറെ ഒരു ഫിഗറായി മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് പ്രൊഡക്ട്സ് എല്ലാം പരിചയപ്പെടുത്തി പോകുന്നു. അപ്പോൾ ഇവിടെയുള്ള മെയിൻ എല്ലാ പ്രൊഡക്ട്സും സർവീസ് ഇൻഡസ്ട്രി റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമുക്കിതൊക്കെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ റോബോട്ടിക് ഐഡിയാസൊക്കെയാണ്. ഇപ്പോൾ പല റെസ്റ്റോറൻറ്റ്സിലും, ഇപ്പോൾ മെക്ഡി കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ റോബോട്ട്സൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നമ്മുടെ കിഡ്സ് എഡ്യൂക്കേഷണൽ റോബോട്ട്സ് ആണ്, കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഈ ഒരു മോഡൽ റോബോട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഇലക്ട്രോണിക് സ്റ്റോർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ടൈപ്പാണ്. അപ്പം നമുക്ക് ഓരോ സ്പെസിഫിക്കേഷൻ, ഓരോ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ബിഗ് ബോസിലെ സ്പൈക്കുട്ടനാണ്. ഈ ഒരു സ്പൈക്കുട്ടൻ പല മോഡിലും പല സൈസിലും ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിൽ അവൈലബിൾ ആണ്. ഞാൻ പലതും കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ഹെൽത്ത് കെയർ ഹോംസ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് റോബോട്ട്സാണ്. നമുക്കിതെങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു റോബോട്ടിനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നീഡ് എന്താണ്, ഇന്നത്തെ ഈ റോബോട്ടിൻ്റെ ഡ്യൂട്ടി എന്താണ്, അതനുസരിച്ച് നമുക്ക് ബൈ വോക്കൽ അല്ലെങ്കിൽ ബൈ ഹാൻഡ് ഗെസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റോബോട്ടിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത് അതേപോലെ തന്നെ ഈ റോബോട്ട്സ് ചെയ്യും. അപ്പോൾ ഇതും നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് റോബോട്ടിക് സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെഡിസിൻസ് കാര്യങ്ങൾ നമുക്ക് റൂമിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് റൂമിലേക്ക് എത്തിക്കാനും, അതേപോലെ തന്നെ ഇതിലെല്ലാം നമുക്ക് ChatGPT ഇൻ്റഗ്രേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ChatGPTയിൽ നമ്മളിപ്പോൾ ഡൗട്ട് ചോദിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ അത് മനസ്സിലാക്കി നമുക്ക് അത് ആൻസർ ചെയ്യും. അപ്പോൾ ഇത് വേറെ ടൈപ്പ് ഒരു സ്പൈക്കുട്ടൻ, എല്ലാം ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ഓൺ വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ആക്കാം. ഇപ്പം വേറെ എന്തെങ്കിലും ഫങ്ഷൻ ഇതിന് വേണം, അല്ലെങ്കിൽ പെർട്ടിക്കുലറായിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഇത് വേണം, അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇതെല്ലാം എക്സ്പോയാണ്, ഇതെല്ലാം ഇവർ ബേസിക് പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രി ഏതാണോ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ഇവരോട് നമ്മുടെ നീഡ്സ് പറയുക. അപ്പോൾ ആ രീതിയിൽ ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത് പല പല റോബോട്ട്സും അല്ലെങ്കിൽ നമുക്ക് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വലിയ വലിയ വെയർ ഹൗസുകളിലേക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ടൈപ്പ് റോബോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പാക്കേജിങ്, പല പല ഡെലിവറി ലൊക്കേഷൻ അനുസരിച്ച് ഇതുപോലെ പാക്കേജ് സോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റോബോട്ട്സിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടൈം എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ കം ഡ്രയർ കാര്യങ്ങളൊക്കെയാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇതേപോലെ പല പ്രൊഡക്ട്സ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് റോബോട്ടിക് വാക്യൂം ക്ലീനേഴ്സും നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ തന്നെ നമുക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ ഡ്രയറിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പം ഓൾ ഇൻ വൺ എന്നുള്ള രീതിയിൽ, അപ്പം തുണി അലക്കി കഴിഞ്ഞ് നേരെ റോബോട്ടിക് വാക്യൂം ക്ലീനർ തന്നെ നേരെ വീട് വന്ന് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ആ ഒരു ഫുള്ളി നമുക്ക് ഇനി വീട് ക്ലീൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ഏരിയ ഫുള്ള് നമുക്ക് റോബോട്ട്സിനെ ഏൽപ്പിക്കാം. ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചെറിയ റോബോട്ടിക് ക്ലീനേഴ്സ് പോലെ തന്നെയുള്ള പ്രൊഡക്ട്സാണ് ഇതും. ഇത് കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്, കുറച്ചും കൂടി ലാർജ് സ്കെയിൽ ഹോട്ടൽസ്, റിസോർട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കാർപ്പറ്റ് ക്ലീനേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
ഇത് ഇതേപോലെ തന്നെ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റോബോട്ട് തന്നെ ഫുള്ള് അത് ടൈമർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പുല്ല് വെട്ടാനും കാര്യങ്ങളെല്ലാം ഇത് തന്നെ ഈ റോബോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ പൂൾ ക്ലീനേഴ്സൊക്കെയാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ഇതെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് ക്ലീനേഴ്സാണ്. AI ഇൻ്റഗ്രേഷനും ഉണ്ട്, എല്ലാ പ്രൊഡക്ട്സിനും AI ഇൻ്റഗ്രേഷനും ആയിട്ടുണ്ട്. നമുക്ക് ഫോണിലിരുന്ന് തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ടൈമർ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് ഈ റോബോട്ട്സ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് റോബോട്ട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്തോളും. നമ്മൾ പിന്നെ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ നമുക്കൊരു ബിസിനസ് ഐഡിയ പോലെ നമുക്കൊരു ഹോട്ടലിനെ അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ റിസോർട്ടിനെയൊക്കെ നമുക്ക് സമീപിച്ചാൽ ഇങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഓരോരോ പ്രൊഡക്ട്സ് കാണുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങാമെന്നല്ല, നമുക്ക് ഇതെങ്ങനെ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാം. അപ്പം ഇങ്ങനെ പ്രൊഡക്ട്സ് കുറേ ഇതുപോലെ ഇറങ്ങിയിട്ടും കാര്യമില്ല, നമ്മൾ മാർക്കറ്റിലേക്ക് ഇതെല്ലാം എത്തിക്കണം. ഇതുപോലെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇതേപോലുള്ള ഓരോ എക്സിബിഷനിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിമ്പിൾ ഗ്ലാസ് ക്ലീനിങ് മെഷീൻ ആണെങ്കിലും വലിയ വലിയ ഫ്ലാറ്റ് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഇപ്പം അവിടെ ഒരു ലേബർ എത്ര വരും? ഒരു ലേബറിന് ഇപ്പോൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് റേറ്റ് കൊടുക്കേണ്ടി വരും? അത് വെച്ച് ഇതൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചാകുമെങ്കിലും പക്ഷെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് പിന്നെ ഒരു അത് സേഫ്റ്റിയാണ് മെയിൻ. നമ്മളൊരാൾ ഇതേപോലെ നമ്മൾ കെട്ടിത്തൂങ്ങി ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നമുക്ക് സേഫായിട്ട് നമുക്ക് ഈ റോബോട്ട്സ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതും റോബോട്ട്സാണ്. ഇതും നമുക്ക് ഇവിടെ ഡിഫൻസ് ഇൻഡസ്ട്രിയിലും പോലീസ് കാര്യങ്ങൾക്കൊക്കെ അവർക്കൊക്കെ ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലുള്ള ഒരു റോബോട്ടിക് മെക്കാനിസമാണിത്. നമുക്ക് ഈ ഒരു മെക്കാനിസത്തിൽ നമുക്ക് ഗണ്ണ് ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഫിക്സ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇത് കരയിലും വെള്ളത്തിലും എല്ലാം നമുക്ക് ഈ പ്രൊഡക്റ്റ് വർക്കാവും. അപ്പോൾ ഇതൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഇതൊക്കെ ഇപ്പോൾ ചൈനയിൽ ഇത് വന്നു തുടങ്ങി. ഇതൊക്കെ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ നാട്ടിലും വരും. സോ ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ കണ്ടിരിക്കുക. നമ്മൾ ഈ ഓരോ ടെക്നോളജി ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോഴും ഫസ്റ്റ് ചൈനയിലായിരിക്കും, പിന്നെ അത് ഓരോരോ രാജ്യങ്ങളിലേക്ക് വരും. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ എത്രയൊക്കെ പറഞ്ഞാൽ AI നമ്മുടെ മനുഷ്യന്മാരുടെ ജോലി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തും കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ഈ ഓരോ വേറെ നമ്മൾ മാറി ചിന്തിച്ച് നമുക്ക് ഈ ഓരോരോ ലേറ്റസ്റ്റ് ടെക്നോളജി നമുക്ക് എങ്ങനെ ബിസിനസ് ആക്കാം, നമുക്ക് എങ്ങനെ അത് ഫണ്ട് ക്യാഷ് ആക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് അതിൻ്റെ പുറകെ നടന്നാൽ എത്രയൊക്കെ വന്നാലും നമുക്ക് AI യുഗമാണെങ്കിലും നമുക്കും അതിൻ്റെ കൂടെ തന്നെ വളരാനുള്ള വഴി അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മളത് കണ്ടെത്തുക, അല്ലാതെ നമ്മൾ AI അല്ലെങ്കിൽ നമ്മുടെ ജോലി പോവും കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അതേപോലെ ഇതൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് പറമ്പ് കാര്യങ്ങളിലൊക്കെ നമുക്ക് മരുന്നടിക്കാനുള്ള റോബോട്ട്സ്, ഡ്രോൺസ് കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ പ്രൊഡക്ട്സും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഫുഡ് ഡെലിവറി, ഇപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ ആ ഒരു ക്യാനിന് പകരം നമുക്ക് ഡെലിവറി ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സോളാർ പാനൽ വെച്ച് നമുക്ക് ഈ ഓരോ ഡ്രോൺസ് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതേപോലെയുള്ള സോളാർ പാനൽ ക്ലീനേഴ്സ് ഇപ്പോൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ ഫുള്ളി പവേർഡ് സോളാർ പാനൽസാണ്. സോ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ മെഷീനറീസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്കിതൊക്കെ ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് വരണം, ഇത് തുടങ്ങണം. ഇത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ കാര്യം. അതേപോലെ തന്നെ ഇതും ക്ലീനിങ് ആണ്, റോഡ് ക്ലീനിങ്. ഇതൊക്കെ ഞാൻ ചൈനയിൽ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതേപോലെ തന്നെ സ്ട്രീറ്റ്, നമ്മുടെ ഫുട്പാത്ത് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ആ വക കാര്യങ്ങളെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കും.
ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പാക്കിങ് ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, നമുക്ക് ബിസിനസ് പാക്കിംഗ് ആണ്. ഡെയിലി ഒരു 1000-2000 ഓർഡേഴ്സിൻ്റെ നമുക്ക് പാക്കിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാക്കിംഗ് ഉള്ള ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഈ ഒരു റോബോട്ട് നമുക്ക് യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് സെയിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മാത്രമല്ല, ഇതിൽ തന്നെ നമുക്ക് ഈ ഓരോ പ്രൊഡക്ട്സിൻ്റെയും സർവീസ്, ആഫ്റ്റർ സെയിൽ സർവീസ് കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തായാലും വരുമല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ്, ഇപ്പോൾ സർവീസിങ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ സർവീസർ ആവാൻ പറ്റും. ഇപ്പം നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓരോ കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഓതറൈസ്ഡ് സർവീസർ ആവാം, സർവീസ് ടെക്നീഷ്യൻ ആവാം. അപ്പം അങ്ങനെയും ഉള്ള ഓരോരോ ഐഡിയാസ് ഉണ്ട്. നമ്മുടെ സ്കില്ല് എന്താണ്, ആ സ്കില്ല് നമുക്ക് ഈ ഓരോരോ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല് എങ്ങനെ ഇതാക്കാം. നമ്മുടെ സ്പൈക്കുട്ടൻ്റെ തന്നെ കുറച്ചും കൂടി ബിഗർ വെർഷനാണ്, കുറച്ചും കൂടി ഹെവി ലോഡ് ക്യാരി ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്കിതെങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉടനെ തന്നെ ഇതുപോലെയുള്ള ഷോപ്പിംഗ് മാളുകളിലും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ പല ആൾക്കാരും ഇതിൻ്റെ ഓൾറെഡി ഓർഡർ എടുത്തിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്കിത് റോബോട്ടിക് കോഫി മെഷീൻസാണ്. ഇതിൻ്റെ തന്നെ വലിയ മെഷീൻസ് വേറെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്, നമുക്ക് ജസ്റ്റ് ക്യാഷ് കൊടുക്കുക, നമുക്ക് ആ കോഫി അല്ലെങ്കിൽ ടീ എന്താണോ വേണ്ടത് വിത്ത് ഫ്ലേവേർഡ് നമുക്കെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ വെൻഡിങ് മെഷീൻ പോലെ നമുക്ക് ഇതുപോലെ ഷോപ്പിംഗ് മാളുകളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇത് ഓരോന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഇതൊക്കെ ഈസി ജനറേറ്റഡ് മണിയാണ്. നമുക്ക് ആദ്യം കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെങ്കിലും പക്ഷേ നമുക്ക് നല്ലൊരു ലേറ്റസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓരോരോ ഐഡിയാസാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് റോബോട്ട് കഫേ. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് വേണം അല്ലെങ്കിൽ നമ്മുടെ മെനുവിലുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ കപ്പ് സൈസ് കാര്യങ്ങളെല്ലാം വെച്ച് ഇത് കോഫി, ടീ, ജ്യൂസ്, ഷേക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് അത് നമുക്ക് ലൈവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കാണാനും പറ്റും. അപ്പം അങ്ങനെയുള്ള ഓരോരോ പ്രൊഡക്ട്സാണ് ഇവിടെ ഓരോന്ന് കാണുന്ന എല്ലാ റോബോട്ടിക് റിലേറ്റഡ് പ്രൊഡക്ട്സാണ്. ഇത് നമുക്ക് വിൻഡോ ക്ലീനേഴ്സ് കാര്യങ്ങൾ, ഗ്ലാസ്, വലിയ വലിയ ബിൽഡിങ്ങുകളുടെയും ഇതിൻ്റെയൊക്കെ നമുക്ക് ഗ്ലാസ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ പ്രൊഡക്ട്സാണിത്. ഇപ്പം നേരത്തെ കണ്ട പോലെ തന്നെയുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതും. പക്ഷേ അതിൻ്റെ ഷേപ്പിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വിത്ത് ട്രേ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു റോബോട്ടാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളിങ്ങനെ ഒരു റോബോട്ടിനെ വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ അവിടെ നമുക്ക് ഇതുപോലെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പിൾ വീലിൽ ടയറിൽ ഓടുന്ന നമുക്ക് റോബോട്ട്സ് പറ്റില്ല. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് നമ്മുടെ നീഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് സ്റ്റെപ്പ് കയറുന്ന ടൈപ്പ് തന്നെ നമുക്ക് റോബോട്ട്സിനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതേപോലെ തന്നെ പുള്ളിയുടെ ഹാൻഡ് ഗസ്റ്റർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ പല ഗസ്റ്റേഴ്സ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് വർക്ക് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയ ടെക്നോളജി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സലാം.